ഡൽഹിയിലെ പൃഥ്വിരാജ് റോഡിൽ ഒരു സെമിത്തേരി ഉണ്ട്. രാജ്യം ഞെട്ടിയ ഒരു വിമാന അപകടത്തിൻ്റെയും പ്രഥമ പൗരനായ ആദ്യ മലയാളി KR നാരായണൻ്റെയും ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണുകൂടിയാണ് ഈ സെമിത്തേരി. സെമിത്തേരിയുടെ പ്രധാന കവാടത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ കാണുന്നത് ഒരുമിച്ചുള്ള 4 കല്ലറകളാണ്. രാജ്യത്തെ ഞെട്ടിച്ച ഒരു ദുരന്തത്തിന്റെ അവശേഷിപ്പ് കൂടിയാണ് ഈ കല്ലറകൾ. ഓർമ്മ ദിനത്തിൽ പൂക്കൾ അർപ്പിക്കാൻ പോലും ആരും ഈ കല്ലറ തേടിയെത്താറില്ല. ഈ കല്ലറയുടെ ചരിത്രം ഇതാണ്. 1972 ജൂൺ 14 ബാങ്കോക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ച ജപ്പാൻ എയർലൈൻസ് വിമാനം ജയ്പുരയിൽ ലാൻഡിങ്ങിന് തൊട്ടുമുൻപ് തകർന്നു വീണു. അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 89 പേരിൽ 83 പേരും കൊല്ലപ്പെട്ടു. ഒരു ഇന്ത്യക്കാരനൊഴികെ ബാക്കിയുള്ളവരെല്ലാം വിദേശികൾ. ഇവരിൽ 28 പേർ ഈ കല്ലറകളിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. സ്മൃതി കുടീരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മാർബിൾ ഫലകത്തിൽ JA8012 എന്ന വിമാനത്തിന്റെ നമ്പരും അപകടത്തിന്റെ വിവരവും കൊത്തിവച്ചിട്ടുണ്ട്. അപകടം നടന്ന് അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഈ കല്ലറകൾ ആ ചരിത്രം ഇന്നും ഓർമ്മപ്പെടുത്തുന്നു. മലയാളികൾക്ക് അഭിമാനമായി മാറിയ മുൻ രാഷ്ട്രപതി KR നാരായണനും പത്നി ഉഷ നാരായണനും ആരും ശ്രദ്ധിക്കാത്ത ഇതേ സെമിത്തേരിയിലെ ഒരു കല്ലറയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. കല്ലറയിലെ മാർബിൾ ഫലകത്തിൽ അശോകസ്തംഭം പതിപ്പിച്ചിട്ടുണ്ട്. മാതളവൃക്ഷത്തിന്റെ തണലിൽ ഇരുവരും നിദ്രയിലാണ്. 1000-ലധികം കല്ലറകളാണ് ഈ സെമിത്തേരിയിലുള്ളത്. സ്വദേശങ്ങളിലേക്ക് മടങ്ങാൻ കഴിയാതെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് പേരുണ്ട് ഈ സെമിത്തേരിയിൽ. അവർക്കൊപ്പം ഒരുപാട് കഥകളും ശാന്തമായി ഈ കല്ലറകളിൽ ഉറങ്ങുന്നു. ക്യാമറാമാൻ ജിജീന്ദ്രനോടൊപ്പം R. അച്യുതൻ, 24 ഡൽഹി.